കാസർഗോഡ് ജില്ലയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. രാവിലെ ഏകദേശം 10:30 മണിയോടുകൂടി കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലേക്ക് രാമൻ എന്നൊരു വ്യക്തി ഒരു പരാതിയുമായി എത്തി. കാസർഗോഡ് തന്നെ ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കെ എറണാകുളത്ത് ഒരു ജോലി ലഭിച്ച് 6 മാസങ്ങൾക്ക് മുൻപ് എറണാകുളത്തേക്ക് പോയ തന്റെ മകൾ രേഷ്മയെ കാണാനില്ല എന്നുള്ള കാര്യമാണ് രാമന്റെ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എറണാകുളത്തേക്ക് പോയ രേഷ്മ കഴിഞ്ഞ 6 മാസങ്ങളായി തന്റെ ഫോണിൽ നിന്നും മാതാപിതാക്കൾക്ക് മിസ് കോൾ അടിക്കാറാണ് പതിവ്. എന്നാൽ തിരികെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാറുമില്ല. താൻ എറണാകുളത്ത് തന്നെ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതിന്റെ ഭാഗമായാണോ രേഷ്മ ഇത്തരത്തിൽ മിസ്ഡ് കോൾ അടിക്കുന്നതെന്ന് മാതാപിതാക്കൾക്ക് സംശയം തോന്നി. ആദ്യഘട്ടത്തിലൊന്നും മാതാപിതാക്കൾക്ക് സംശയം തോന്നാതിരിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു. രേഷ്മ എറണാകുളത്തേക്ക് പോകുന്നതിന് മുൻപ് തന്നെ തനിക്ക് എറണാകുളത്ത് ജോലി കിട്ടിയെന്നും 2 മാസം കഴിയുമ്പോൾ ജോലി പെർമനന്റ് ആകുമെന്നും ജോലി തിരക്കായതുകൊണ്ട് തന്നെ വീട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വിളിച്ച് ശല്യപ്പെടുത്തേണ്ടതില്ല എന്നും രേഷ്മ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് വീട്ടുകാർക്ക് ആദ്യഘട്ടത്തിൽ സംശയമുണ്ടാകാതെ ഇരുന്നത്. 2 മാസം വരെ രേഷ്മ കോളുകൾ അറ്റൻഡ് ചെയ്യാതിരുന്നപ്പോൾ തന്നെ വീട്ടുകാർക്ക് സംശയം തോന്നി. എന്നിട്ടും പരാതി നൽകിയിരിക്കുന്നത് 6 മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ്. രാമന്റെ പരാതിയിൽ പോലീസുകാർക്ക് ചില സംശയങ്ങൾ തോന്നി. പോലീസ് സംഘം ഉടൻ തന്നെ അന്വേഷണവും ആരംഭിച്ചു. കാസർഗോഡുള്ള ഹോസ്റ്റലിൽ നിന്നാണ് എറണാകുളത്തേക്ക് രേഷ്മ യാത്ര തിരിച്ചിട്ടുള്ളത്. കാസർഗോഡുള്ള ഹോസ്റ്റലിലെത്തി അന്വേഷണം നടത്തിയപ്പോൾ രേഷ്മയ്ക്കൊപ്പം ഒരു ചെറുപ്പക്കാരൻ കൂടി ഉണ്ടായിരുന്നു എന്ന് പോലീസിന് വ്യക്തമായി. ആ ചെറുപ്പക്കാരനെ കുറിച്ച് പോലീസ് സംഘത്തോട് നേരത്തെ തന്നെ രേഷ്മയുടെ പിതാവ് രാമൻ പറഞ്ഞിട്ടുണ്ട്. അത് ബിജു പൗലോസ് ആണ്. ബിജു പൗലോസും രേഷ്മയും പാട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ ബിജുവിന്റെ ട്രൂപ്പിൽ ചേർന്ന് പാട്ടുപാടാൻ രേഷ്മയ്ക്ക് താല്പര്യവുമാണ്. എന്നാൽ ആ താല്പര്യത്തോട് രേഷ്മയുടെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യവുമില്ലായിരുന്നു. അക്കാര്യം പിതാവ് രാമൻ നേരത്തെ തന്നെ രേഷ്മയെ അറിയിച്ചിട്ടുമുണ്ട്. വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്നാണ് എറണാകുളത്തേക്ക് രേഷ്മ ബിജു പൗലോസിനോടൊപ്പം പോയിരിക്കുന്നത്. ഒരുപക്ഷെ രേഷ്മയെ എറണാകുളത്തെത്തിച്ച് ബിജു രഹസ്യമായി വിവാഹം കഴിച്ചിട്ടുണ്ടാകുമോ എന്ന് പോലും പോലീസിന് സംശയം തോന്നി. പോലീസ് സംഘം അവരുടെ അന്വേഷണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ രാമൻ തന്റെ പരാതിയുമായി മേലുദ്യോഗസ്ഥരെ സമീപിക്കുകയും തന്റെ അസ്വസ്ഥത അവരെ പറഞ്ഞ് ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ഡിവൈഎസ്പി ഇടപെട്ടതോടുകൂടി തന്നെ അന്വേഷണം കുറച്ചുകൂടി വിപുലമായി. അതിവേഗത്തിൽ തന്നെ ബിജു പൗലോസിനെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ബിജുവിനെ ചോദ്യം ചെയ്ത പോലീസ് സംഘം ആകെ ഞെട്ടിപ്പോയി. രേഷ്മ എവിടെയെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് രേഷ്മയെ താൻ കണ്ടിട്ട് ഒരുപാട് കാലങ്ങളായി എന്നുള്ള ഉത്തരമാണ് ബിജു പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പോലീസ് സംഘം ബിജുവിനെ വെറുതെ വിട്ടില്ല. എറണാകുളത്തേക്ക് ബിജുവിനൊപ്പം രേഷ്മയും ഉണ്ടായിരുന്നു എന്ന് പോലീസിന് വ്യക്തമാണ്. അക്കാര്യം ബിജുവിനോട് ചോദിച്ചപ്പോൾ അയാൾ അത് എതിർത്തതുമില്ല. എറണാകുളത്തേക്കുള്ള ട്രെയിനിൽ തനിക്കൊപ്പം രേഷ്മയും ഉണ്ടായിരുന്നു എന്നും എന്നാൽ എറണാകുളത്തെത്തിയ രേഷ്മ അവിടെ തന്നെ ഇറങ്ങിയെന്നും അവൾ പിന്നീട് എങ്ങോട്ട് പോയി എന്നുള്ള കാര്യം തനിക്ക് അറിവില്ല എന്നും അയാൾ പോലീസിനോട് പറഞ്ഞു. രേഷ്മ എറണാകുളത്ത് എന്തോ ജോലി കിട്ടിയ കാര്യം യാത്രക്കിടയിൽ തന്നോട് പറഞ്ഞിരുന്നതായും ബിജു പോലീസിനോട് സൂചിപ്പിച്ചു. ബിജുവും രേഷ്മയും കൂടി എറണാകുളത്തേക്ക് ഒളിച്ചോടിയതായിരിക്കാമെന്ന് കരുതി അന്വേഷണം നടത്തിയ പോലീസ് സംഘത്തിന് ആകെ അമ്പരപ്പായി. ബിജുവും രേഷ്മയും തമ്മിൽ അടുപ്പത്തിലായിരുന്നില്ലേ എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ബിജു പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. രേഷ്മ ചെറിയ പെൺകുട്ടിയാണെന്നും അവൾ തന്റെ ട്രൂപ്പിൽ പാടാൻ വരുമെന്നുള്ളതല്ലാതെ അവർ തമ്മിൽ അങ്ങനെയുള്ള അടുപ്പങ്ങളൊന്നും ഇല്ല എന്നും അയാൾ പോലീസിനോട് പറഞ്ഞു. എറണാകുളത്ത് സ്റ്റേഷനിലിറങ്ങിയ രേഷ്മയെക്കുറിച്ച് പിന്നീട് ബിജു അന്വേഷിച്ചിട്ടില്ലേ എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് താൻ തിരക്കിലായതുകൊണ്ട് പിന്നീട് രേഷ്മയെക്കുറിച്ച് തിരക്കിയില്ല എന്നും അയാൾ പോലീസിനോട് പറഞ്ഞു. എറണാകുളത്തേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് രേഷ്മ ബിജുവിനെ വിളിച്ചിട്ടുണ്ട്. കാസർഗോഡ് നിന്നും ഗാനമേള പരിപാടികൾക്കായി സ്ഥിരമായി ബിജു എറണാകുളത്തേക്ക് പോകുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ എറണാകുളമൊക്കെ അയാൾക്ക് പരിചയമുണ്ട്. അതുകൊണ്ടാണ് ആ യാത്രയിൽ താൻ കൂടെ ഒപ്പം ഉണ്ടായിക്കോട്ടെ എന്ന് രേഷ്മ ബിജുവിനോട് ചോദിച്ചത്. സ്വാഭാവികമായും അത് എതിർക്കാൻ ബിജുവിന് അവകാശമില്ലാത്തതുകൊണ്ട് തന്നെ ട്രെയിനിൽ തനിക്കൊപ്പം പോന്നോളൂ എന്ന് ബിജു രേഷ്മയോട് പറയുകയും ചെയ്തു. എറണാകുളം സ്റ്റേഷനിലെത്തിയ ശേഷം അവർ ഇരുവരും 2 വഴിക്ക് പിരിഞ്ഞു. അതിനുശേഷം രേഷ്മയെക്കുറിച്ചുള്ള യാതൊരു കാര്യങ്ങളും തനിക്ക് അറിവില്ല എന്ന് ബിജു പോലീസിന് മൊഴി നൽകി. ബിജുവിന്റെ മറുപടി കേട്ട പോലീസ് സംഘം ആകെ കുഴഞ്ഞു. ഉടൻ തന്നെ എറണാകുളത്തുള്ള സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് രേഷ്മയുടെ ഫോട്ടോ ഫാക്സായി സ്റ്റേഷനുകളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. എറണാകുളത്തെത്തിയ രേഷ്മ എന്ന പെൺകുട്ടിയെ കാണാതെയായിട്ട് 6 മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഏതെങ്കിലും സ്റ്റേഷനിൽ രേഷ്മയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന്റെ ഭാഗമായാണ് കാസർഗോഡ് നിന്നും പോലീസ് സംഘം രേഷ്മയുടെ ഫോട്ടോ ഫാക്സായി എറണാകുളത്തുള്ള സ്റ്റേഷനുകളിലേക്ക് അയച്ചു കൊടുത്തത്. എറണാകുളം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ രേഷ്മയെക്കുറിച്ച് പോലീസ് സംഘത്തിന് ഒരു വിവരവും ലഭിച്ചില്ല. എങ്കിൽ പോലും കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനിടയിൽ രേഷ്മയെക്കുറിച്ച് ചില വിവരങ്ങളൊക്കെ പോലീസിന് കിട്ടി. ബിജു പൗലോസിന് ഗാനമേള ട്രൂപ്പുമായി മാത്രമല്ല ബന്ധമുള്ളത്, അയാൾക്ക് മണൽ ക്വാറി ബിസിനസ്സുകളുമായും ബന്ധമുണ്ട്. അത്തരം ബിസിനസ്സുകളുടെ ഭാഗമായി പല സ്ഥലങ്ങളിലും ബിജു പൗലോസ് പോയി താമസിക്കാറുമുണ്ട്. അങ്ങനെ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് കോഴിക്കോട് മാവൂർ ഭാഗത്ത് ബിജു പൗലോസ് ഒരു പെൺകുട്ടിയോടൊപ്പം താമസിച്ചിരുന്നു എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത്. രേഷ്മയുടെ ഫോട്ടോ കാണിച്ച് നാട്ടുകാരെ ചോദ്യം ചെയ്ത സമയത്തായിരുന്നു നാട്ടുകാരിൽ ചിലരൊക്കെ രേഷ്മയെ തിരിച്ചറിഞ്ഞത്. ബിജുവിനൊപ്പം ഉണ്ടായിരുന്നത് രേഷ്മ തന്നെയാണെന്ന് പല ആളുകളും പറഞ്ഞതോടുകൂടി
പോലീസ് സംഘം ബിജുവിനെ സംശയിച്ചു തുടങ്ങി. എന്തോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ തോന്നിയ പോലീസ് സംഘം ബിജുവിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ബിജുവും രേഷ്മയും കോഴിക്കോട് ഒരുമിച്ച് താമസിച്ച കാര്യം എന്തുകൊണ്ടാണ് പോലീസിൽ നേരത്തെ പറയാഞ്ഞതെന്ന് SI ചോദിച്ചപ്പോൾ തന്നെ ബിജു മറുപടിയും പറഞ്ഞു. നേരത്തെ പോലീസ് സംഘം അങ്ങനെയൊരു ചോദ്യം തന്നോട് ചോദിക്കാത്തത് കൊണ്ടാണ് താൻ മറുപടി പറയാതിരുന്നതെന്നായിരുന്നു അയാൾ പോലീസിനോട് പറഞ്ഞത്. രേഷ്മ എറണാകുളത്ത് നിന്നും തനിക്ക് കുറച്ചു ദിവസം താമസിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബിജു താമസിച്ചുകൊണ്ടിരുന്ന കോഴിക്കോടുള്ള താമസ സ്ഥലത്തേക്ക് എത്തിയത്. അപ്രതീക്ഷിതമായി രേഷ്മയെ ബാഗുമായി അവിടെ കണ്ടപ്പോൾ ബിജു ഒന്ന് അമ്പരന്നു പോയി എന്നും അയാൾ പോലീസിനോട് പറഞ്ഞു. ഒരു കൊച്ചു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഇറക്കിവിടാൻ തോന്നാത്തതുകൊണ്ട് ബിജു അവളോട് അവിടെ താമസിക്കാനും പറഞ്ഞു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് താൻ ഒരു ദിവസം പുറത്തുപോയി മടങ്ങി വന്ന സമയത്ത് രേഷ്മയെയും ബാഗും അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്നും അവൾ അവിടെ നിന്നും പോയി കാണുമെന്ന് താൻ കരുതിയെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു. ബിജുവിനെ എത്ര ചോദ്യം ചെയ്തിട്ടും അതിൽ കൂടുതൽ ഒന്നും തന്നെ അയാളിൽ നിന്നും പോലീസിന് കിട്ടിയതുമില്ല. ബിജു പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ നിന്ന് മനസ്സിലാക്കിയ രാമൻ തന്റെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ബിജുവിന് നന്നായി അറിയാമെന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അയാൾ മേലുദ്യോഗസ്ഥരെ കാണുന്നത് പതിവാക്കുകയും ചെയ്തു. തന്റെ മകളെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാമൻ നിരന്തരം DYSP ഓഫീസിൽ കയറി ഇറങ്ങിയതിനും ഫലമുണ്ടായി. DYSPയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ രൂപീകരിക്കപ്പെട്ടു. ലോക്കൽ പോലീസ് കളക്ട് ചെയ്ത മുഴുവൻ വിവരങ്ങളും പഠനവിധേയമാക്കിയപ്പോൾ ബിജു പൗലോസിനെ തന്നെ ചോദ്യം ചെയ്യാനാണ് SI ടീം തീരുമാനിച്ചത്. SIT പഠിച്ച പണി 18 നോക്കിയിട്ടും ബിജു പൗലോസ് ആദ്യം പറഞ്ഞ കഥ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് കാസർഗോഡ് നിന്നും എറണാകുളത്തേക്കുള്ള ട്രെയിനിൽ ബിജുവിനൊപ്പം രേഷ്മയും ഉണ്ടായിരുന്നു. എറണാകുളത്ത് അവർ ഇരുവരും സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം 2 വഴിക്ക് പിരിയുകയും ചെയ്തു. അതിനുശേഷം ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോഴായിരുന്നു എറണാകുളത്ത് നിന്നും കാസർഗോഡുള്ള തന്റെ താമസ സ്ഥലത്തേക്ക് രേഷ്മ എത്തിയത്. കുറച്ച് ദിവസം താമസിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ തന്നെ അയാൾ സമ്മതിക്കുകയും ചെയ്തു. പെട്ടെന്നൊരു ദിവസം അയാളോട് പോലും പറയാതെ രേഷ്മ ബാഗുമെടുത്ത് അവിടെ നിന്നും അപ്രത്യക്ഷയായി. ഈ കഥ തന്നെ ബിജു SITയോടും ആവർത്തിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന ടീം അന്വേഷണം ആരംഭിച്ചിട്ട് പോലും രേഷ്മയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ രേഷ്മയുടെ പിതാവ് രാമൻ ഒരു വക്കീലിന്റെ സഹായത്തോടുകൂടി ഹൈക്കോടതിയെ സമീപിച്ച് ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു. കാസർഗോഡുള്ള വീട്ടിൽ നിന്നും ബിജുവിനോട് പറയാതെ രേഷ്മ എവിടേക്കോ പോയി എന്നാണ് അയാളുടെ മൊഴി. ആ മൊഴി തീർത്തും കളവാണെന്നും ബിജുവിന്റെ കസ്റ്റഡിയിലുള്ള രേഷ്മയെ എത്രയും വേഗം കോടതിയിൽ ഹാജരാക്കാൻ ഹൈക്കോടതി ഉത്തരവിടണമെന്നുമാണ് ഹേബിയസ് കോർപ്പസിൽ പറഞ്ഞിരുന്നത്. അതുമാത്രവുമല്ല, തുടരന്വേഷണം CBIക്ക് കൈമാറണമെന്നുകൂടി രാമൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പരാതി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി കേസന്വേഷണം CBIക്ക് വിടണമോ എന്നുള്ള കാര്യത്തിൽ സർക്കാരിനോട് അഭിപ്രായം തേടി. കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നുള്ളതായിരുന്നു സർക്കാരിന്റെ അഭിപ്രായം. സർക്കാരിന്റെ അഭിപ്രായം കണക്കിലെടുത്ത ഹൈക്കോടതി ചില നിബന്ധനകൾ കൂടി സർക്കാരിന് മുൻപിൽ വെച്ചു. കേസന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുമ്പോൾ അതിന്റെ ലീഡർ സ്ഥാനത്തേക്ക് IG റാങ്കിലുള്ള ഒരു വ്യക്തി കൂടി ഉണ്ടായിരിക്കണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നിബന്ധന. അന്വേഷണം നടത്തേണ്ടത് SP റാങ്കിലുള്ളവരും അവരെ അസിസ്റ്റ് ചെയ്യാൻ DYSP റാങ്കിലുള്ള ആളുകളും ഉണ്ടായിരിക്കണം. ഹൈക്കോടതിയുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെ വളരെ പ്രഗത്ഭരടങ്ങുന്ന ഒരു ടീമിനെ തന്നെയാണ് MC രേഷ്മയുടെ തിരോധാനം സംബന്ധിച്ചുള്ള കേസ് അന്വേഷിക്കുന്നതിനായി സർക്കാർ നിയോഗിച്ചത്. ക്രൈംബ്രാഞ്ച് സംഘം അതുവരെയുള്ള കേസ് അന്വേഷണം വിശദമായ പഠനത്തിന് വിധേയമാക്കി. കേസ് ഫയലുകൾ വിശദമായി പഠിച്ച ക്രൈംബ്രാഞ്ച് സംഘം MC രേഷ്മയെക്കുറിച്ചുള്ള അന്വേഷണം താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് തന്നെ ബിജു പൗലോസിനെ കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ തീരുമാനിച്ചു. ബിസിനസിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും ബിജു പൗലോസ് മാറി മാറി താമസിക്കാറുണ്ട്. കോഴിക്കോട് ജില്ലയ്ക്ക് പുറമെ മറ്റുള്ള ജില്ലകൾ കൂടി കേന്ദ്രീകരിച്ച് ബിജു താമസിച്ചിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച് പോലീസ് സംഘം വിശദമായി അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് വടകരയിൽ ഒരു സ്ഥലത്ത് ബിജു പൗലോസ് വാടകയ്ക്ക് താമസിച്ചിരുന്നു എന്നുള്ള കാര്യം പോലീസ് സംഘം കണ്ടെത്തിയത്. ആ വീട് കണ്ടെത്തി വീടിന്റെ ഉടമസ്ഥനെ പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു. 14 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് അറിയേണ്ടിയിരുന്നത്. കേസന്വേഷണം മാറി മാറി വന്ന് രേഷ്മയെ കാണാതെയായിട്ട് 14 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് സംഘത്തെ അമ്പരപ്പിച്ചുകൊണ്ട് 14 വർഷം മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ ആ വീട്ടുടമസ്ഥൻ ഓർത്തെടുത്തു പറഞ്ഞു. കോൺട്രാക്ടറായ ബിജുവിനൊപ്പം അയാളുടെ സഹോദരിയും താമസിച്ചിരുന്നു എന്ന് വീട്ടുടമ പോലീസിനോട് പറഞ്ഞു. നേരത്തെ കാസർഗോഡുള്ള താമസ സ്ഥലത്ത് താമസിച്ചപ്പോൾ രേഷ്മ തനിക്കൊപ്പം കുറച്ചു ദിവസം ഉണ്ടായിരുന്നു എന്നും പിന്നീട് തന്നോട് പറയാതെ അവിടെ നിന്നും എവിടേക്കോ പോയി എന്നുമാണ് ബിജു നേരത്തെ SITക്ക് മൊഴി നൽകിയിട്ടുള്ളത്. എന്നാൽ ആ മൊഴികളെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ടാണ് വടകരയിലുള്ള താമസ സ്ഥലത്തും ബിജുവിനൊപ്പം രേഷ്മയുണ്ടായിരുന്നു എന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കേസന്വേഷണം നാട്ടിൽ തകൃതിയായി നടക്കുന്നതിനിടയിൽ ബിജു പൗലോസ് ഗൾഫിലേക്ക് പോയിരുന്നു. ഗൾഫിലുണ്ടായിരുന്ന ബിജുവിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും ക്രൈംബ്രാഞ്ച് സംഘം ആരംഭിച്ചു. ഗൾഫിൽ നിന്നും പോലീസ് സംഘം ബിജുവിനെ നാട്ടിലെത്തിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ചോദ്യം ചെയ്യലിലും കാസർഗോഡ് നിന്നും രേഷ്മ പോയതിനു ശേഷം പിന്നീട് താൻ കണ്ടിട്ടില്ല എന്നുള്ള മൊഴിയിൽ തന്നെ ബിജു ഉറച്ചു നിന്നു. ആ സമയത്തായിരുന്നു DYSP നിർണായകമായൊരു ചോദ്യം ബിജുവിനോട് ചോദിച്ചത്.
കാസർഗോഡുള്ള വീട്ടിൽ നിന്നും ആരോടും പറയാതെ പോയ രേഷ്മയെ പിന്നീട് ബിജു കണ്ടിട്ടില്ല എങ്കിൽ പിന്നെ വടകരയിലുള്ള താമസ സ്ഥലത്ത് ബിജുവിനൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി ആരായിരുന്നു എന്നുള്ളതായിരുന്നു ആ ചോദ്യം. പോലീസിന്റെ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ബിജു ഒന്ന് പതറി. കാരണം വടകരയിൽ ബിജു താമസിച്ചിട്ടുള്ള കാര്യമൊന്നും അയാൾ നേരത്തെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വടകരയിൽ നിന്നും ബിജുവും രേഷ്മയും കൂടി പിന്നീട് കാസർഗോഡുള്ള മറ്റൊരു സ്ഥലത്ത് താമസിച്ചതായും ക്രൈംബ്രാഞ്ച് സംഘം ബിജുവിനോട് തന്നെ പറഞ്ഞു. ബിജു ഒന്നും പറയാതെ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം പലതും കണ്ടെത്തിയിരിക്കുകയാണ്. താൻ പിടിക്കപ്പെട്ടു എന്നുള്ള കാര്യം ബിജുവിന് വ്യക്തമായി. അയാൾ പല കഥകളും പോലീസിനോട് പറഞ്ഞു തുടങ്ങി. ബിജുവിനൊപ്പം പല സ്ഥലങ്ങളിലും രേഷ്മയും ഉണ്ടായിരുന്നു. കാസർഗോഡുള്ള സ്ഥലത്ത് താമസിക്കുന്നതിനിടയിൽ ഒരു ദിവസം പുറത്തുപോയി മടങ്ങി വന്ന ബിജു കാണുന്നത് മുറിക്കുള്ളിൽ തൂങ്ങി നിൽക്കുന്ന രേഷ്മയാണ്. ഭയന്നു പോയ ബിജു എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുപാട് സമയം അവിടെ ആലോചിച്ചു നിന്നു. പിന്നീട് രേഷ്മയുടെ ബോഡി അവിടെ നിന്നും അഴിച്ചെടുത്ത ശേഷം സമീപത്തുള്ള പവിത്രം കായലിൽ കൊണ്ടുപോയി തള്ളുകയും ചെയ്തു. രേഷ്മയുടെ ബാഗും ആ കായലിലേക്ക് വലിച്ചെറിഞ്ഞതായി അയാൾ പോലീസിന് മൊഴി നൽകി. രേഷ്മയെക്കുറിച്ച് ചോദിച്ച നാട്ടുകാരോട് രേഷ്മ വീട്ടിലേക്ക് പോയി എന്നുള്ള മറുപടിയാണ് അയാൾ പറഞ്ഞത്. തന്നോടൊപ്പം താമസിച്ചിരുന്ന രേഷ്മ പെട്ടെന്ന് മരണപ്പെട്ടതിൽ തനിക്ക് പങ്ക് കാണുമെന്ന് പോലീസുകാരും നാട്ടുകാരും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് രേഷ്മയുടെ മരണവിവരം നാട്ടുകാരെയും പോലീസിനെയും ഒന്നും അറിയിക്കാതിരുന്നതെന്നും അയാൾ പറഞ്ഞു. രേഷ്മ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുകയാണ്. രേഷ്മയുടെ മരണം സംഭവിച്ചിരിക്കുകയാണ്. ബിജു പറഞ്ഞ കാര്യം സത്യമാണോ എന്നറിയുന്നതിനായി തൊട്ടടുത്ത ദിവസം തന്നെ ബിജുവുമായി വലിയൊരു സന്നാഹത്തോടുകൂടി പോലീസ് സംഘം കായലിന് സമീപത്തേക്കെത്തി ബോഡി തിരയൽ ആരംഭിച്ചു. ബിജു ബോഡി വലിച്ചെറിഞ്ഞിട്ട് 14 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ കായലിൽ നിന്നും എന്തെങ്കിലും അവശിഷ്ടം കണ്ടെത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. എങ്കിലും മുങ്ങൽ വിദഗ്ധരെ എത്തിച്ച് ബോഡി വലിച്ചെറിഞ്ഞ ഭാഗത്ത് വിശദമായ തിരച്ചിൽ തന്നെ നടത്തി. കായലിന്റെ അടിത്തട്ടിൽ ഉൾപ്പെടെ വിശദമായ തിരച്ചിൽ നടത്തിയെങ്കിലും രേഷ്മയുമായി ബന്ധപ്പെട്ട് ബാഗോ സാധനങ്ങളോ ഡെഡ് ബോഡിയുടെ ഏതെങ്കിലും ഭാഗങ്ങളോ കണ്ടെത്താൻ മുങ്ങൽ വിദഗ്ധർക്ക് കഴിഞ്ഞതുമില്ല. തിരച്ചിലിൽ ഒന്നും ലഭിക്കാതെ വന്നതോടുകൂടി ക്രൈംബ്രാഞ്ച് സംഘം ആകെ പെട്ടതുപോലെയായി. ബിജുവിനെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതിനും ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഒരു പരിധിയുണ്ട്. പോലീസിൽ അറിയിക്കാതെ ഒരു ഡെഡ് ബോഡി വലിച്ചെറിഞ്ഞു എന്നുള്ള കുറ്റം മാത്രമാണ് ബിജു ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിജുവിനെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയാതെ വന്നതോടുകൂടി അയാൾക്ക് ജാമ്യം ലഭിച്ചു. ജാമ്യത്തിലിറങ്ങുന്ന ബിജു രാജ്യം വിടാതിരിക്കുന്നതിനു വേണ്ടി അയാളുടെ പാസ്പോർട്ടും അനുബന്ധ സംവിധാനങ്ങളും കോടതിയിൽ ഹാജരാക്കിപ്പിച്ചിരിക്കുകയാണ്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ബിജു അങ്ങനെ ഒരു പത്രലേഖകനായി മാറി. തന്റെ മകൾ രേഷ്മ ജീവനോടെ ഇല്ല എന്നുള്ള കാര്യം ഇപ്പോൾ പിതാവ് രാമന് വ്യക്തമാണ്. എന്നാൽ മരണപ്പെട്ട രേഷ്മയുടെ മൃതശരീരം കായലിലേക്ക് ബിജു വലിച്ചെറിഞ്ഞു എന്നുള്ള അയാളുടെ മൊഴിയോട് രാമൻ ഒട്ടും യോജിക്കുന്നുണ്ടായിരുന്നില്ല. മകൾ രേഷ്മയെ ബിജു കൊലപ്പെടുത്തിയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാമൻ വീണ്ടും ഒരു കേസുമായി പോലീസിനെ സമീപിച്ചു. ബിജുവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ക്രൈംബ്രാഞ്ച് സംഘം ഒത്തുകളിക്കുകയാണെന്ന് വരെ നാട്ടിൽ പല വാർത്തകളും പരന്നു. കേസന്വേഷണം കൂടുതൽ ഊർജിതമാകണമെങ്കിൽ രേഷ്മയുടെ മൃതദേഹവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കിട്ടണം. അതിനായി പോലീസ് സംഘം കാത്തിരിക്കുന്നതിനിടയിലായിരുന്നു ഒരു വാർത്ത പോലീസിനെ തേടിയെത്തുന്നത്. ബേപ്പൂർ കടൽ തീരത്ത് മനുഷ്യന്റേതെന്ന് തോന്നിക്കുന്ന ഒരു എല്ലിൻ കഷ്ണം അടിഞ്ഞുകൂടിയെന്നുള്ള വിവരമാണ് പോലീസിനെ തേടിയെത്തിയത്. പോലീസിനൊപ്പം ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്തേക്കെത്തി ആ എല്ല് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. പരിശോധനയ്ക്ക് ശേഷം ഫോറൻസിക് സംഘം വളരെ നിർണായകമായ ചില കാര്യങ്ങളാണ് പോലീസുകാരോട് പറഞ്ഞത്. അത് ഒരു സ്ത്രീയുടെ തുടയെല്ലാണ്. ഏകദേശം 18-നും 20-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന എല്ലാണത്. ആ എല്ലിന്റെ ഉടമയ്ക്ക് മരണം സംഭവിച്ചിട്ട് ഏകദേശം 10-15 വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ടാകണം. പവിത്രൻ കായലിൽ രേഷ്മയുടെ ബോഡിക്കായി തിരച്ചിൽ നടത്തിയിട്ടും അത് കിട്ടാതെ വന്ന സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം ഒരു സർക്കുലർ തയ്യാറാക്കി സമീപത്തുള്ള എല്ലാ സ്റ്റേഷനുകളിലേക്കും അയച്ചിട്ടുണ്ടായിരുന്നു. 2010 മുതൽ 2025 വരെയുള്ള കാലയളവിനുള്ളിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഏതെങ്കിലും സ്റ്റേഷൻ പരിധിക്കുള്ളിൽ 18-നും 20-നും ഇടയിൽ പ്രായമുള്ള ഏതെങ്കിലും പെൺകുട്ടികളുടെ ഡെഡ് ബോഡികളോ ഡെഡ് ബോഡികളുടെ അവശിഷ്ടങ്ങളോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ക്രൈംബ്രാഞ്ച് സംഘത്തെ അറിയിക്കണമെന്നുള്ളതായിരുന്നു ആ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇപ്പോഴത്തെ ഫോറൻസിക് സംഘത്തിന്റെ റിപ്പോർട്ട് ആ എല്ലിൻ കഷ്ണവും എത്തിയിരിക്കുന്നത്. ആ എല്ലിൻ കഷ്ണം രേഷ്മയുമായി ബന്ധമുള്ളതാണോ എന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഒരു സംശയം തോന്നി. ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ തന്നെ ആ എല്ലിൻ കഷ്ണം DNA പരിശോധനയ്ക്ക് വിധേയമാക്കി. റിപ്പോർട്ട് തീർത്തും അമ്പരപ്പിക്കുന്നതായിരുന്നു. ആ എല്ലിൻ കഷ്ണം രേഷ്മയുടേത് തന്നെയാണ്. രേഷ്മയുടെ ശരീരാവശിഷ്ടം കിട്ടിയതോടുകൂടി ആ കേസ് വീണ്ടും സജീവമായി. പോലീസ് സംഘം വീണ്ടും ബിജു പൗലോസിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. പോലീസിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബിജു പൗലോസ് പല കഥകളും വീണ്ടും പറഞ്ഞു തുടങ്ങി. ഗാനമേള ട്രൂപ്പിൽ പാടാനെത്തിയ സമയത്തായിരുന്നു രേഷ്മയും ബിജു പൗലോസും തമ്മിൽ അടുപ്പത്തിലാകുന്നത്. നന്നായി പാട്ട് പാടുന്ന ബിജുവിനോട് രേഷ്മയ്ക്ക് വലിയ ആരാധനയായിരുന്നു. ആ ആരാധനയുടെ ഭാഗമായാണ് ബിജുവിനൊപ്പം പല സ്ഥലങ്ങളിലും ഒരുമിച്ച് താമസിക്കാൻ പോലും രേഷ്മ തയ്യാറായത്. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ വിവാഹം കഴിക്കണമെന്ന് രേഷ്മ ബിജുവിനോട് ആവശ്യപ്പെട്ടിരുന്നു. വടകരയിലേക്ക് താമസം മാറിയ സമയത്ത് വിവാഹം ചെയ്യാമെന്നായിരുന്നു ബിജു രേഷ്മയോട് പറഞ്ഞിരുന്നത്.
എന്നാൽ വടകരയിലെത്തി ദിവസങ്ങൾ പിന്നിട്ടിട്ടും വിവാഹ ചടങ്ങുകളിലേക്കൊന്നും ബിജു കടക്കുന്നില്ല എന്നുള്ള കാര്യം രേഷ്മയ്ക്ക് വ്യക്തമായി. ബിജുവിനാകട്ടെ ഭാര്യയും മക്കളുമുണ്ട്. അവരെ ഉപേക്ഷിച്ച് രേഷ്മയെ വിവാഹം കഴിക്കാൻ ബിജു തയ്യാറല്ലായിരുന്നു. രേഷ്മയുടെ നിർബന്ധം സഹിക്കവയ്യാതെ ഒടുവിൽ രേഷ്മയെ ഒഴിവാക്കാൻ തന്നെ ബിജു തീരുമാനിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രിയിൽ ബിജുവും രേഷ്മയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി ബിജു രേഷ്മയുടെ കഴുത്തിലേക്ക് ബലമായി പിടിക്കുന്നതും ഏതാനും നിമിഷങ്ങൾക്കകം രേഷ്മയുടെ മരണം സംഭവിക്കുന്നതും. ശ്വാസം മുട്ടിച്ചാണ് ബിജു രേഷ്മയെ കൊലപ്പെടുത്തിയത്. നാട്ടുകാരെല്ലാം ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം അർദ്ധരാത്രി പിന്നിട്ട സമയത്തായിരുന്നു നേരത്തെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് നൽകിയ മൊഴി അനുസരിച്ച് രേഷ്മയുടെ ഡെഡ് ബോഡിയും ബാഗും സാധനങ്ങളും ഒക്കെ പവിത്രം കായലിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞത്. രേഷ്മയെക്കുറിച്ച് അയൽവാസികളൊക്കെ ചോദിച്ചെങ്കിലും അവൾ രാവിലെ തന്നെ വീട്ടിലേക്ക് പോയി എന്നും താൻ വെളുപ്പിനെ അവളെ ബസ്സിൽ കയറ്റി നാട്ടിലേക്ക് അയച്ചു എന്നും നാട്ടുകാരോട് ബിജു പറയുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ ക്രൈംബ്രാഞ്ച് സംഘം രേഷ്മയെ കൊന്ന കുറ്റത്തിന് 15 വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ ബിജു പൗലോസിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്.